പ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഒരു ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. മുംബൈയിൽ ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 12ആയി ഉയർന്നിട്ടുണ്ട്. പെട്രോൾ പമ്പിന് മുകളിലേക്ക് കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണ സംഭവത്തിൽ 64 പേർക്ക് പരിക്കേറ്റു. ലോക്കൽ ട്രെയിനുകൾ, മെട്രോ നെറ്റ്വർക്ക്, എയർപോർട്ട് സർവീസുകൾ തുടങ്ങി റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടതോടെ അപ്രതീക്ഷിതമായി എത്തിയ മഴയും പൊടിക്കാറ്റും നഗരജീവിതം താറുമാറാക്കിയിട്ടുണ്ട്. പ്രേംലാൽ ഇപ്പോൾ മുംബൈയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് മുംബൈ നഗരം കടന്നു പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? 12 പേരുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മരിച്ചവരുടെ എണ്ണം 14ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു വിവരം. മുംബൈയിൽ ഇന്നലെ വൈകിട്ട് എത്തിയ സീസണിലെ ആദ്യ മഴ വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും കൂറ്റൻ ഇരുമ്പ് കമാനങ്ങളും വലിയ ബോർഡുകളും നിലംപതിച്ചുമാണ് അപകടങ്ങൾ ഉണ്ടായത്. ഘട്ട്കോപ്പറിൽ പെട്രോൾ പമ്പിന് മുകളിലേക്ക് കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണ സംഭവത്തിലാണ് 14 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സയിലുണ്ടായിരുന്ന 6 പേർ കൂടിയാണ് മരിച്ചത്. 64 പേരായിരുന്നു പരിക്കേറ്റ് രാജവാദി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നത്. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലും ഇന്നലെ വൈകിട്ട് 4:00-ക്ക് ശേഷമായിരുന്നു സംഭവം. ശക്തമായ കൊടുങ്കാറ്റിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടായത്. ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് പെട്രോൾ പമ്പിന് മുകളിൽ തകർന്നു വീണതോടെയാണ് 100ഓളം പേർ കുടുങ്ങിപ്പോയത്. നിരവധി വാഹനങ്ങളും പെട്രോൾ പമ്പിന്റെ മേൽക്കൂരയിൽ തകരുകയുണ്ടായി. ദേശീയ ദുരന്ത നിവാരണ സേനയിലെ സംഘങ്ങൾ എത്തിയാണ് അവശിഷ്ടങ്ങളിൽ കുടുങ്ങി രക്ഷപ്പെടുത്തിയത്. ഏകദേശം 12 ഫയർ എഞ്ചിനുകളും 2 ക്രെയിനുകളും എത്തിയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ. മഴയിലും കാറ്റിലും മുംബൈയിലെ പല ഭാഗങ്ങളിലും ജനജീവിതം താറുമാറാകുകയും നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്തു. ആളുകളെ രക്ഷിക്കുന്നതിനായി ആണ് മുൻഗണന നൽകുന്നതെന്നും പരിക്കേറ്റവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഇന്നലെ പറഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നൽകും. മുംബൈയിലെ ഇത്തരം ഹോർഡിങ്ങുകളെല്ലാം പരിശോധിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഉപമുഖ്യമന്ത്രി പറഞ്ഞത്. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു. ലോക്കൽ ട്രെയിൻ സർവീസുകൾ, മെട്രോ നെറ്റ്വർക്ക്, എയർപോർട്ട് സർവീസുകൾ തുടങ്ങി പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെയാണ് ജനജീവിതം താറുമാറായത്. അന്താരാഷ്ട്ര വിമാനത്താവളം 1 മണിക്കൂറിലധികം സർവീസുകൾ റദ്ദാക്കി. പല വിമാനങ്ങളും വഴിതിരിച്ച് വിടേണ്ടതായിട്ട് വന്നു. എന്തായാലും ആദ്യ മഴ ലോക്കൽ ട്രെയിൻ സർവീസിനെയും ബാധിച്ചോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിവിധ സ്റ്റേഷനുകളിലായി കുടുങ്ങിപ്പോയത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വഴിയോരങ്ങളിലെ മരങ്ങളും വലിയ ബോർഡുകളും നിലംപതിച്ചതോടെ ഈ മേഖലയിലെ ഗതാഗതമെല്ലാം തടസ്സപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് 14 പേരുടെ മരണമാണ് സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്.